ഹലോ ഫ്രണ്ട്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് പാർട്ട് 9 വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുവാൻ പോകുന്ന ടോപ്പിക്സ് ആണ് 2.7 പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം ഓഫ് ചാർജസ്. ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുള്ള എല്ലാത്തരം NCERT കോൺസെപ്റ്റുകളും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. സോ സമയം കളയണ്ട, നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം ഓഫ് ചാർജസ്. നമുക്കറിയാം പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ ഈ ഇലക്ട്രിക് ഫീൽഡിലെ ഒരു പോയിന്റ് ഉണ്ട്, ആ പോയിന്റിന്റെ പൊട്ടൻഷ്യൽ ആണ് വി. എനിക്ക് ഈ വി പൊട്ടൻഷ്യലിലേക്ക് അങ്ങ് ഇൻഫിനിറ്റിയിൽ നിന്നും ക്യൂ എന്ന് പറയുന്ന ഒരു ചാർജിനെ കൊണ്ടുവരണം. സോ ക്യൂ എന്ന് പറഞ്ഞ ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്നും വി എന്ന പോയിന്റിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കുറച്ച് വർക്ക് വേണം, ശരിയല്ലേ? ആ വർക്ക് എത്രയാണ്? വർക്ക് വിച്ച് ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി ആണ്. ഈ വർക്ക് എന്ത് ചെയ്യും? സിസ്റ്റം അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സംഭരിക്കും. ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഇനി ഇവിടെ എന്താണ് പഠിക്കാൻ പോകുന്നത്? പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം ഓഫ് ചാർജസ്. ഒരു കൂട്ടം ചാർജുകൾ അടങ്ങിയ ഒരു സിസ്റ്റത്തിന്റെ പൊട്ടൻഷ്യൽ എനർജി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അങ്ങനെയെങ്കിൽ നമുക്ക് ആദ്യമേ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു 2 ചാർജുകൾ അടങ്ങിയ ഒരു സിസ്റ്റത്തിന്റെ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. സോ ഇതാണ് നമ്മുടെ സിസ്റ്റം. ഫസ്റ്റ് ചാർജ് ആണ് Q1, സെക്കൻഡ് ചാർജ് ആണ് Q2. ഇവയ്ക്കിടയിൽ ഒരു അകലമുണ്ട്. ഫസ്റ്റ് ചാർജിനും സെക്കൻഡ് ചാർജിനും ഇടയിലുള്ള ദൂരമാണ് R12. വേണമെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചും പറയാം R21, ഒരു കുഴപ്പമില്ല. സോ ഇതാണ് നമ്മളുടെ സിസ്റ്റം. ഈ സിസ്റ്റത്തിന്റെ പൊട്ടൻഷ്യൽ എനർജി എത്രയെന്നാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഏതെങ്കിലും ഒരു സിസ്റ്റത്തിന്റെ പൊട്ടൻഷ്യൽ എനർജി എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ സിസ്റ്റത്തിനെ സ്ക്രാപ്പിൽ നിന്നും, ശൂന്യതയിൽ നിന്നും ഉണ്ടാക്കിയെടുക്കണം. സോ ഞാനാണെങ്കിൽ ഈ സിസ്റ്റത്തിനെ ശൂന്യതയിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ്. അങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇങ്ങനെ ചാർജിനെ അലൈൻ ചെയ്യണമെങ്കിൽ എന്തുമാത്രം വർക്ക് വേണം? ആ വർക്കായിരിക്കും സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി. സോ ഇത് ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇതൊരു സിസ്റ്റമാണ്. ഈ സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ സിസ്റ്റത്തിനെ ഉണ്ടാക്കിയെടുക്കണം. ശൂന്യതയിൽ നിന്നും ഇങ്ങനെ ഒരു സിസ്റ്റത്തിനെ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ ഉണ്ടാക്കിയെടുക്കുവാൻ ആവശ്യമായ വർക്ക് എത്രയാണോ അതായിരിക്കും ഈ സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ സിസ്റ്റത്തിനെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. സോ ഇനിഷ്യലി ഇവിടെ യാതൊരു ചാർജുമില്ല. ഇതൊരു സ്പേസ് ആണ്. അവിടെ യാതൊരു ചാർജുമില്ല, അതുപോലെ യാതൊരു ഇലക്ട്രിക് ഫീൽഡും ഇല്ല. ഇതൊരു പോയിന്റ് ആണ്, അതാണ് പോയിന്റ് 1. ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ എത്രയാണ്? നമുക്കറിയാം, അടുത്തെങ്കിലും യാതൊരു ചാർജും അല്ലെങ്കിൽ അടുത്തൊന്നും യാതൊരു ഇലക്ട്രിക് ഫീൽഡും ഇല്ലെങ്കിൽ ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ ആണ് V1 വിച്ച് ഈസ് ഈക്വൽ ടു 0. ഇനിയാണെങ്കിൽ അങ്ങ് ഇൻഫിനിറ്റിയിൽ നിന്നും ഞാനൊരു ചാർജിന് എടുക്കുകയാണ്. ഇതാണ് Q1 എന്ന ചാർജ്. ഈ Q1 എന്ന ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്നും, ഇൻഫിനിറ്റിയിലെ പൊട്ടൻഷ്യൽ എത്രയാണ്? 0 ആണ്. സോ 0 പൊട്ടൻഷ്യലിൽ നിന്നും 0 പൊട്ടൻഷ്യലിലേക്ക് ഞാൻ ഈ Q1 എന്ന ചാർജിനെ കൊണ്ടുവരികയാണ്. സോ ഈ Q1 എന്ന ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്നും ഞാൻ ഈ പോയിന്റിലേക്ക് കൊണ്ടെത്തിച്ചു. അതിനാവശ്യമായ വർക്ക് എത്രയാണ്? നമുക്കറിയാം, വർക്ക് ഒന്നാമത്തെ ചാർജിന് ആവശ്യമായ വർക്ക് W1 വിച്ച് ഈസ് ഈക്വൽ ടു ചാർജ് എത്രയാണ്? Q1 ഇൻറ്റു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ഫൈനൽ പോയിന്റിലെ പൊട്ടൻഷ്യൽ 0 മൈനസ് ഇനിഷ്യൽ പോയിന്റിലെ പൊട്ടൻഷ്യൽ 0. സോ ആൻസർ എത്ര വരും? 0. ശരിയല്ലേ? സോ W1 എന്ന് പറഞ്ഞാൽ എന്താണ്? Q1 എന്ന് പറഞ്ഞ ഫസ്റ്റ് ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്നും ഈ പോയിന്റിലേക്ക് കൊണ്ടെത്തിക്കുവാൻ ആവശ്യമായ വർക്കായിരുന്നു. ഇനി ഈ പോയിന്റിൽ നിന്നും കുറേ ദൂരെയുള്ള വേറൊരു പോയിന്റ് ആണ് പോയിന്റ് 2. സോ ഈ പോയിന്റ് 2ലേക്കുള്ള അകലമാണ് R12. ശരിയാണോ? ഇനി 2 എന്ന പോയിന്റിലേക്ക് ഞാൻ വേറൊരു ചാർജിനെ കൊണ്ടുവരാൻ പോവുകയാണ്. സോ ഈ ചാർജ് ആണ് Q2. ഈ Q2 എന്ന ചാർജ് ഇൻഫിനിറ്റിയിലാണ്. അവിടെ പൊട്ടൻഷ്യൽ എത്രയാണ്? 0 ആണ്. പക്ഷേ ഈ 2 എന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ 0 ആണോ? അല്ല. ഈ 2 എന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ ആണ് V2. അതിനൊരു വാല്യൂ ഉണ്ട്. കാരണം എന്താണ്? അതിനടുത്തൊരു ചാർജ് ഇരിപ്പുണ്ട്. ശരിയല്ലേ? സോ ഇവിടുത്തെ വാല്യൂ എത്രയാണ്? 1/4πε0 ഇൻറ്റു ചാർജ് എത്രയാണ്? Q1. ശരിയല്ലേ? സോ Q1 ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ് ആണ് R12. സോ ഈ V2 എന്ന പൊട്ടൻഷ്യലിലേക്ക് Q2 എന്ന് പറഞ്ഞ ചാർജിനെ കൊണ്ടുവരാൻ ഒരു വർക്ക് വേണം. ശരിയല്ലേ? ആ വർക്ക് എത്രയാണ്? വർക്കാണ് W2 വിച്ച് ഈസ് ഈക്വൽ ടു Q2 ഇൻറ്റു പൊട്ടൻഷ്യൽ ഡിഫറൻസ്. എത്രയാണ് ഇവിടുത്തെ പൊട്ടൻഷ്യൽ? V2, അതായത് 1/4πε0 ഇൻറ്റു Q1 ഡിവൈഡ് ബൈ R12 മൈനസ് ഇനീഷ്യൽ പോയിന്റിലെ പൊട്ടൻഷ്യൽ എത്രയാണത്? 0. സോ നമുക്ക് ആൻസർ കിട്ടും 1/4πε0 ഇൻറ്റു Q1 ഡിവൈഡ് ബൈ R12. ശരിയാണോ? ഇതേ മൈനസ് 0 ഇത് തന്നെ കിട്ടും. ശരിയല്ലേ? സോ നമുക്ക് വർക്കിൻ്റെ വാല്യൂ കിട്ടി. വർക്കിൻ്റെ വാല്യൂ എത്രയാണ്? 1/4πε0 ഇൻറ്റു Q1 Q2 ഡിവൈഡ് ബൈ R12.
സോ ഈ സിസ്റ്റത്തിനെ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് നമുക്ക് രണ്ട് വർക്ക് ആവശ്യം വന്നു. ആ വർക്ക് ഏതൊക്കെയാണ്? W1ഉം W2ഉം. അങ്ങനെയെങ്കിൽ നമ്മൾ ചെയ്ത ആകെ വർക്കാണ് സിസ്റ്റം അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സംഭരിക്കുന്നത്. സോ പൊട്ടൻഷ്യൽ എനർജി വിച്ച് ഈസ് ഈക്വൽ ടു ടോട്ടൽ വർക്കാണ്. കാര്യം മനസ്സിലാവുന്നുണ്ടോ? വിച്ച് ഈസ് ഈക്വൽ ടു ടോട്ടൽ വർക്ക് എത്രയാണ്? W1 പ്ലസ് W2 വിച്ച് ഈസ് ഈക്വൽ ടു W1 എത്രയാണത്? 0 ആണ്. പ്ലസ് W2 എത്രയാണത്? 1 ഡിവൈഡ് ബൈ 4 പൈ എപ്സിലോൺ 0 ഇൻറ്റു Q1 Q2 ഡിവൈഡ് ബൈ R12. അങ്ങനെയെങ്കിൽ സിസ്റ്റത്തിൻ്റെ ആകെ പൊട്ടൻഷ്യൽ എനർജിയാണ് 1 ഡിവൈഡ് ബൈ 4 പൈ എപ്സിലോൺ 0 ഇൻറ്റു Q1 Q2 ഡിവൈഡ് ബൈ R12. കാര്യം മനസ്സിലായോ? സോ 1 എന്ന ചാർജിനും 2 എന്ന ചാർജിനും ഇടയിലുള്ള പൊട്ടൻഷ്യൽ എനർജി U12 വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ്? 1 ഡിവൈഡ് ബൈ 4 പൈ എപ്സിലോൺ 0 ഇൻറ്റു Q1 Q2 ഡിവൈഡ് ബൈ R12 ആണ്. മനസ്സിലായോ? സോ നമ്മളിപ്പോൾ ഒരു സിമ്പിൾ സിസ്റ്റം, രണ്ട് ചാർജുകൾ അടങ്ങിയ ഒരു സിമ്പിൾ സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ഇക്വേഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് മനസ്സിലാക്കി. ശരിയല്ലേ? സോ നിങ്ങൾ ആലോചിക്കേണ്ട വളരെ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ആണ്. ഇങ്ങനൊരു സിസ്റ്റം ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യണം? സിസ്റ്റത്തിനെ കൺസ്ട്രക്ട് ചെയ്യണം. അങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാൻ ആവശ്യമായ വർക്ക് എത്രയാണോ അത്രയും വർക്കാണ് സിസ്റ്റം അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സംഭരിക്കുന്നത്. ശരിയല്ലേ? അങ്ങനെയെങ്കിൽ നമുക്കിനി 3 ചാർജുകൾ അടങ്ങിയ മറ്റൊരു സിസ്റ്റം എടുക്കാം. ഈ സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എത്രയെന്ന് കണ്ടുപിടിക്കണം. സോ ഇതാണ് ഫസ്റ്റ് ചാർജ് Q1, ഇതാണ് സെക്കൻഡ് ചാർജ് Q2, ഇതാണ് തേർഡ് ചാർജ് Q3. ഇനി അതുപോലെ നമുക്ക് ഡിസ്റ്റൻസ് പറയാം. 1നും 2നും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ആണ് R12. വേണമെങ്കിൽ തിരിച്ചും പറയാം. അതുപോലെ 2നും 3നും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ആണ് R23. അതുപോലെ 3നും 1നും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ആണ് R13. സോ നമുക്ക് ഡിസ്റ്റൻസും ഉണ്ട്, ചാർജും ഉണ്ട്. അങ്ങനെയെങ്കിൽ ഈ സിസ്റ്റത്തിൻ്റെ ആകെ പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? ക്വസ്റ്റ്യൻ മനസ്സിലായോ? സോ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? ശൂന്യതയിൽ നിന്നും ഇങ്ങനൊരു സിസ്റ്റത്തിനെ കൺസ്ട്രക്ട് ചെയ്യണം. അതിനാവശ്യമായ വർക്ക് എത്രയാണോ അതാണ് ഈ സിസ്റ്റത്തിൻ്റെ ആകെ പൊട്ടൻഷ്യൽ എനർജി. ശരിയല്ലേ? ആക്ച്വലി പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാനായിട്ട് വളരെ പെട്ടെന്ന് പറ്റും. പക്ഷേ ആ ഇക്വേഷൻ മനസ്സിലാക്കുന്നതിന് മുന്നേ അത് എങ്ങനെയാണ് ഉണ്ടായെന്നുള്ള കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. എന്നാൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏത് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിയുള്ളൂ. സോ വെറും ഇക്വേഷൻ അല്ല, കോൺസെപ്റ്റാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ നോക്കാം. ഇവിടെയാണെങ്കിൽ 3 ചാർജുകൾ അടങ്ങിയ ഒരു സിസ്റ്റം ഉണ്ട്. ഇതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എത്രയെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഈ സിസ്റ്റത്തിനെ ശൂന്യതയിൽ നിന്നും ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ ഉണ്ടാക്കിയെടുക്കുവാൻ ആവശ്യമായ വർക്കാണ് ഈ സിസ്റ്റത്തിൻ്റെ ആകെ പൊട്ടൻഷ്യൽ എനർജി. എന്നാൽ പിന്നെ ഈ സിസ്റ്റത്തിനെ നമുക്കൊന്ന് ഉണ്ടാക്കിയെടുക്കാം. സോ ഇത് സ്പേസ് ആണ്. നമുക്കറിയാം സ്പേസിൽ ഇവിടെ ഇലക്ട്രിക് ഫീൽഡോ അല്ലെങ്കിൽ ചാർജുകളോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് ഞാനിവിടെ ഒരു പോയിന്റ് എടുക്കാൻ പോവുകയാണ്, പോയിന്റ് 1. ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ എത്രയാണ്? V1 വിച്ച് ഈസ് ഈക്വൽ ടു 0. ഇനിയാണെങ്കിൽ ഞാൻ ഒരു ചാർജിന് എടുക്കാൻ പോവുകയാണ്. നമ്മുടെ ഫസ്റ്റ് ചാർജ് ആയിരുന്നു Q1. സോ Q1 എന്ന ചാർജ് എവിടെ ഇരിക്കുകയാണ്? ഇൻഫിനിറ്റി ഇരിക്കുകയാണ്. സോ പൊട്ടൻഷ്യൽ അറ്റ് ഇൻഫിനിറ്റി എത്രയാണ്? 0. സോ 0 പൊട്ടൻഷ്യലിൽ നിന്നും 0 പൊട്ടൻഷ്യലിലേക്ക് Q1 എന്ന ചാർജിനെ കൊണ്ടെത്തിക്കുവാൻ ആവശ്യമായ വർക്ക് എത്രയാണ്? വർക്കിൻ്റെ വാല്യൂ നമുക്കറിയാം. വർക്ക് വിച്ച് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ചാർജിന് ആവശ്യമായ വർക്ക് വിച്ച് ഈസ് ഈക്വൽ ടു കൊണ്ടുവന്ന ചാർജ് എത്രയാണ്? Q1 ഇൻറ്റു പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഫൈനൽ പോയിന്റിലെ പൊട്ടൻഷ്യൽ 0 ആണ്, മൈനസ് ഇനിഷ്യൽ പോയിന്റിലെ പൊട്ടൻഷ്യൽ അതും 0 ആണ്. സോ ആൻസർ 0. ഇനിയാണെങ്കിൽ ഈ 1 എന്ന പോയിന്റിൽ നിന്നും കുറേ അകലത്തിൽ വേറൊരു പോയിന്റ് ഉണ്ട്, പോയിന്റ് 2. സോ ഈ അകലമാണ് 1ഉം 2ഉം തമ്മിലുള്ള അകലമാണ് R12. ഇനി പോയിന്റ് 2ൽ എന്തുണ്ട്? ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. പോയിന്റ് 2ലെ പൊട്ടൻഷ്യലാണ് V2 വിച്ച് ഈസ് ഈക്വൽ ടു, ഈ പൊട്ടൻഷ്യൽ ആരാണ് ഉണ്ടാക്കുന്നത്? ഈ ചാർജ്, ഈ Q1 എന്ന ചാർജ് ഇവിടെ ഇരിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഈ പോയിന്റിൽ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവും. ശരിയല്ലേ? എത്രയാണ്? 1 ഡിവൈഡ് ബൈ 4 പൈ എപ്സിലോൺ 0 ഇൻറ്റു ചാർജ് എത്രയാണ്? Q1 ഡിവൈഡ് ബൈ അകലമാണ് R12. സോ ഈ V2 എന്ന പൊട്ടൻഷ്യലിലേക്ക്, ഇവിടുത്തെ പൊട്ടൻഷ്യലാണ് V2, ഈ പൊട്ടൻഷ്യലിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ പോവുകയാണ് Q2 എന്ന ചാർജിനെ. സോ Q2 എന്ന ചാർജ് ഇപ്പോൾ ഇൻഫിനിറ്റിയിലാണ്. അവിടുത്തെ പൊട്ടൻഷ്യൽ എത്രയാണ്? 0 ആണ്. ഈ Q2 എന്ന ചാർജിനെ നമ്മൾ ഇൻഫിനിറ്റിയിൽ നിന്നും V2 എന്ന പൊട്ടൻഷ്യലിലേക്ക് കൊണ്ടുവരുന്നു. അതിനാവശ്യമായ വർക്ക് എത്രയാണ്? കാര്യം മനസ്സിലായോ? സോ വർക്ക് W2 വിച്ച് ഈസ് ഈക്വൽ ടു കൊണ്ടുവന്ന ചാർജ് എത്രയായിരുന്നു? Q2 ഇൻറ്റു പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഫൈനൽ പോയിന്റിലെ പൊട്ടൻഷ്യൽ എത്രയാണ്? 1 ഡിവൈഡ് ബൈ 4 പൈ എപ്സിലോൺ 0 ഇൻറ്റു
Q1 ഡിവൈഡ് ബൈ R12 മൈനസ് ഇനിഷ്യൽ പോയിന്റിലെ പൊട്ടൻഷ്യൽ എത്രയാണ്? ഇൻഫിനിറ്റിയിലെ പൊട്ടൻഷ്യൽ 0 ആണ്. സോ എഴുതേണ്ട ആവശ്യമുണ്ടോ? അത് എഴുതേണ്ട ആവശ്യമില്ല. വിച്ച് ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു Q1 Q2 ഡിവൈഡ് ബൈ R12. ഇനി നമുക്ക് വേറൊരു പോയിന്റ് ഉണ്ട്, തേർഡ് പോയിന്റ്. ഈ തേർഡ് പോയിന്റിൽ ആരൊക്കെ പൊട്ടൻഷ്യൽ ഉണ്ടാക്കും? ഈ ഫസ്റ്റ് ചാർജ് ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാക്കും, അതുപോലെ സെക്കൻഡ് ചാർജും പൊട്ടൻഷ്യൽ ഉണ്ടാക്കും. സോ ഈ ഡിസ്റ്റൻസ് ആണ് R13, അതുപോലെ ഈ ഡിസ്റ്റൻസ് ആണ് R23. ശരിയല്ലേ? സെക്കൻഡ് ചാർജും തേർഡ് ചാർജും തമ്മിലുള്ള അകലമാണ് R23, അതുപോലെ ഫസ്റ്റ് പോയിന്റും തേർഡ് പോയിന്റും തമ്മിലുള്ള അകലമാണ് R13. അങ്ങനെയെങ്കിൽ ഇവിടെയുള്ള പൊട്ടൻഷ്യൽ എത്രയാണ്? പൊട്ടൻഷ്യൽ ഓഫ് തേർഡ് പോയിന്റ് വിച്ച് ഈസ് ഈക്വൽ ടു ഈ Q1 എന്ന ചാർജ് ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ എത്രയാണത്? 1/4πε0 ഇൻറ്റു ചാർജ് എത്രയാണ്? Q1 ഡിവൈഡ് ബൈ അകലം എത്രയാണ്? R13 പ്ലസ് ഇനി ഈ സെക്കൻഡ് ചാർജ് ഈ പോയിന്റ് ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ എത്രയാണ്? 1/4πε0 ഇൻറ്റു ചാർജ് എത്രയാണ്? സെക്കൻഡ് ചാർജ് Q2 ആണ്. സോ Q2 ഡിവൈഡ് ബൈ അകലം എത്രയാണ്? R23. എങ്കിൽ ഇതിൽ നിന്ന് ആരെ കോമൺ എടുക്കാം? നമുക്ക് 1/4πε0 കോമൺ എടുത്തു. സോ ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ ആണ് V3 which is equal to 1/4πε0 into Q1 divided by R13 plus Q2 divided by R23. ഇനി നമുക്ക് തേർഡ് ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് കൊണ്ടുവരാം. ഇതാണ് തേർഡ് ചാർജ് Q3. ഇൻഫിനിറ്റിയിൽ നിന്നും ഈ 3 എന്ന പോയിന്റിലേക്ക് കൊണ്ടെത്തിക്കാൻ പോവുകയാണ്. അതിനാവശ്യമായ വർക്കാണ് ഈ വർക്ക്. എത്രയാണ്? W3 which is equal to കൊണ്ടുവന്ന ചാർജ് എത്രയാണ്? Q3. സോ Q3 ഇൻറ്റു അവിടുത്തെ ഉള്ള പൊട്ടൻഷ്യൽ എത്രയായിരുന്നു? ശരിയല്ലേ? നമുക്ക് ഈ Q3 ആണെങ്കിൽ അകത്തെ കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും 1/4πε0 ഇൻറ്റു Q1 Q3 ഡിവൈഡ് ബൈ R13 പ്ലസ് Q2 Q3 ഡിവൈഡ് ബൈ R23. സോ ഇപ്പോൾ നമുക്ക് 3 വർക്കും കിട്ടിക്കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ സിസ്റ്റത്തിൻ്റെ ആകെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാം. സിസ്റ്റത്തിൻ്റെ ആകെ പൊട്ടൻഷ്യൽ എനർജി വിച്ച് ഈസ് ഈക്വൽ ടു ടോട്ടൽ വർക്ക് എത്രയാണ്? വിച്ച് ഈസ് ഈക്വൽ ടു W1 വാല്യൂ എത്രയാണ്? 0 ആണ്. പ്ലസ് W2 വാല്യൂ എത്രയാണ്? 1/4πε0 ഇൻറ്റു Q1 Q2 ഡിവൈഡ് ബൈ R12. അടുത്ത W3 വാല്യൂ എത്രയാണ്? ഇതാണ്. ശരിയല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് ഇതിൽ നിന്നും ആരെ കോമൺ എടുക്കാം? ഇതിൽ നമുക്ക് 1/4πε0 കോമൺ എടുക്കാം. ഇനി ബാക്കി ആരുണ്ട്? Q1 Q2 ഡിവൈഡ് ബൈ R12, Q1 Q3 ഡിവൈഡ് ബൈ R13, അതുപോലെ Q2 Q3 ഡിവൈഡ് ബൈ R23. ശരിയല്ലേ? സോ ഇതാണ് ഈ സിസ്റ്റത്തിൻ്റെ ആകെ പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ. ഇനി നോക്ക്, ഇതൊന്നും ചെയ്യാതെ തന്നെയാണെങ്കിൽ നമുക്ക് ഈ ആൻസറിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ കഴിയും. അതെങ്ങനെയാണ്? അതായത് നമുക്ക് ഈ ഫിഗർ കണ്ടാൽ തന്നെ പറയാം ഈ ആൻസർ എങ്ങനെ വരുമെന്ന്. സോ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദി സിസ്റ്റം U വിച്ച് ഈസ് ഈക്വൽ ടു, ഇനി സിസ്റ്റത്തിൻ്റെ 2 ചാർജുകൾ അടങ്ങുന്ന എല്ലാ കോമ്പിനേഷൻസിനെയും എടുക്കുക. സോ ഞാൻ കോമ്പിനേഷൻ എടുക്കാൻ പോവുകയാണ്. ആദ്യത്തെ ഫസ്റ്റ് കോമ്പിനേഷൻ ആണ് പൊട്ടൻഷ്യൽ എനർജി ബിറ്റ്വീൻ 1 and 2, 1ഉം 2ഉം തമ്മിലുള്ള പൊട്ടൻഷ്യൽ എനർജി, പ്ലസ് 2 and 3 പൊട്ടൻഷ്യൽ എനർജി ബിറ്റ്വീൻ 2 and 3, പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ബിറ്റ്വീൻ 3 and 1. ശരിയല്ലേ? 2 ചാർജ് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഇക്വേഷൻ എന്താണ്? 1/4πε0 ഇൻറ്റു Q1 Q2 ഡിവൈഡ് ബൈ R12. ശരിയല്ലേ? ഈ 2 ചാർജുകളാണെങ്കിൽ ഇവ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഇക്വേഷൻ ആണ് 1/4πε0 ഇൻറ്റു Q1 Q2 Q1 Q2 ഡിവൈഡ് ബൈ R12. ഇനി 2ഉം 3ഉം Q2ഉം Q3 തമ്മിലുള്ള പൊട്ടൻഷ്യൽ എത്രയാണ്? 1/4πε0 ഇൻറ്റു Q2 Q3 ഡിവൈഡ് ബൈ R23. ശരിയല്ലേ? അടുത്ത 3ഉം 1ഉം തമ്മിലുള്ള പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? 1/4πε0 ഇൻറ്റു Q1 Q3 ഡിവൈഡ് ബൈ R13. സോ നമുക്ക് 3 പൊട്ടൻഷ്യൽ എനർജി കിട്ടിക്കഴിഞ്ഞു.
അങ്ങനെയെങ്കിൽ ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി ഇവിടുന്ന് ആരെ കോമൺ എടുക്കാം? 1/4πε0 കോമൺ എടുക്കുമ്പോൾ നമുക്ക് കിട്ടും Q1 Q2 ഡിവൈഡ് ബൈ R12 Q1 Q2 ഡിവൈഡ് ബൈ R12 പ്ലസ് അടുത്തെന്താണ് Q2 Q3 ഡിവൈഡ് ബൈ R23 Q2 Q3 ഡിവൈഡ് ബൈ R23 അടുത്തെന്താണ് Q1 Q3 ഡിവൈഡ് ബൈ R13 Q1 Q3 ഡിവൈഡ് ബൈ R13. സോ ഈസി ആയിട്ട് നമുക്ക് ഈ ആൻസർ കണ്ടുപിടിക്കാം. സോ ഈ ഫിഗർ കണ്ടാൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഈ ആൻസറിലേക്ക് എത്തിച്ചേരാൻ കഴിയും. കാര്യം മനസ്സിലായോ? സോ ഇത്രയും കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് നോക്കാം ഈ സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന്. സോ കോൺസെപ്റ്റ് അറിയാമല്ലോ, യു വിച്ച് ഈസ് ഈക്വൽ ടു ഈ രണ്ട് ചാർജുകൾ അടങ്ങുന്ന കോമ്പിനേഷൻസ് എടുക്കണം. ശരിയല്ലേ? അങ്ങനെയെങ്കിൽ ആരൊക്കെ ഉണ്ട്? ഇത് നമുക്ക് പറയാം 1 ചാർജ്, 2 ചാർജ്, 3 ചാർജ്, 4 ചാർജ്. സോ കോമ്പിനേഷൻ എടുക്കാമല്ലോ 1ഉം 2ഉം. സോ പൊട്ടൻഷ്യൽ എനർജി ബിറ്റ്വീൻ 1 and 2 പ്ലസ് അടുത്തെന്താണ് പൊട്ടൻഷ്യൽ എനർജി ബിറ്റ്വീൻ 2 and 3. പൊട്ടൻഷ്യൽ എനർജി ബിറ്റ്വീൻ 2 and 3 പ്ലസ് അടുത്തെന്താണ് പൊട്ടൻഷ്യൽ ബിറ്റ്വീൻ 3 and 4. പൊട്ടൻഷ്യൽ എനർജി ബിറ്റ്വീൻ 3 and 4 പ്ലസ് പൊട്ടൻഷ്യൽ ബിറ്റ്വീൻ 4 and 1. പൊട്ടൻഷ്യൽ ബിറ്റ്വീൻ 4 and 1. തീർന്നോ? ഇല്ല. ഇനി എന്ത് ചെയ്യണം? ഡയഗണൽ വൈസ് എടുക്കണം. സോ ക്രോസ് വൈസ് എടുത്തു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ ബിറ്റ്വീൻ 4 and 2. പൊട്ടൻഷ്യൽ ബിറ്റ്വീൻ 4 and 2 പ്ലസ് പൊട്ടൻഷ്യൽ ബിറ്റ്വീൻ 3 and 1. പൊട്ടൻഷ്യൽ ബിറ്റ്വീൻ 3 and 1. സോ ഇവിടെ നല്ല നമുക്ക് ആരെ കോമൺ എടുക്കാം? നമ്മൾ നേരത്തെ കണ്ടതാണ് 1 ഡിവൈഡ് ബൈ 4πε0 കോമൺ എടുക്കാം. അങ്ങനെയെങ്കിൽ ഇവിടെ ബാക്കി ആരുണ്ട്? Q1 Q2 ഡിവൈഡ് ബൈ R12. ശരിയല്ലേ? Q1 Q2 ഡിവൈഡ് ബൈ R12 പ്ലസ് ഇവിടെ ആരുണ്ട്? Q2 Q3 ഡിവൈഡ് ബൈ R23 പ്ലസ് ഇവിടെ ആരുണ്ട്? Q3 Q4 ഡിവൈഡ് ബൈ R34 പ്ലസ് ഇവിടെ ആരുണ്ട്? Q4 Q1 ഡിവൈഡ് ബൈ R41 പ്ലസ് ഇവിടെ ആരുണ്ട്? Q4 Q2 ഡിവൈഡ് ബൈ R42 പ്ലസ് ഇവിടെ ആരുണ്ട്? Q3 Q1 ഡിവൈഡ് ബൈ R31. ശരിയല്ലേ? ഇനി നമുക്ക് ഇതിൻ്റെ വാല്യൂ കൊടുക്കാം, വിച്ച് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 4πε0. നമ്മൾ അതുപോലെ എഴുതി. Q1 എത്രയാണ്? Q ആണ്. Q2 എത്രയാണ്? അതും Q ആണ്. സോ Q1 Q2 Q സ്ക്വയർ ഡിവൈഡ് ബൈ R12 എത്രയാണ്? 1ഉം 2 നമ്മളുടെ ഡിസ്റ്റൻസ് ആണ് A പ്ലസ് അടുത്തെന്താണ്? 2 3. സോ 2ഉം 3ഉം Q തന്നെയാണ്. സോ Q സ്ക്വയർ ഡിവൈഡ് ബൈ 2ഉം 3 നമ്മൾ അകലം എത്രയാണ്? 2ഉം 3 നമ്മൾ അകലം A തന്നെയാണ്. അടുത്തെന്താണ്? 3ഉം 4ഉം. സോ Q സ്ക്വയർ ആണ് അവിടെയും. ഡിവൈഡ് ബൈ 3ഉം 4 നമ്മൾ അകലം എത്രയാണ്? A തന്നെയാണ്. പ്ലസ് അടുത്തെന്താണ്? Q സ്ക്വയർ ഡിവൈഡ് ബൈ 4 4ഉം 1 നമ്മൾ അകലം എത്രയാണ്? അതും A തന്നെയാണ്. പ്ലസ് അടുത്തെന്താണ്? ഡയഗണൽ വൈസ് ആയിരുന്നു. ശരിയല്ലേ? Q4 Q2 Q4 Q2 അതായത് Q സ്ക്വയർ വരും ഡിവൈഡ് ബൈ സോ ഡയഗണലിൻ്റെ ലെങ്ത് എത്രയാണ്? നമുക്കറിയാം ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഇത് A ആണ്. ഇത് A ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? റൂട്ട് ഓഫ് A സ്ക്വയർ പ്ലസ് A സ്ക്വയർ. ശരിയല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു √2A. സോ ആൻസർ ആണ് √2A പ്ലസ് അടുത്തെത്രയാണ്? Q3 Q1 Q3 Q1. സോ Q സ്ക്വയർ വരും ഡിവൈഡ് ബൈ √2A. ശരിയല്ലേ? സോ ഇത് ആഡ് ചെയ്യാം. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇത് 4Q സ്ക്വയർ ഡിവൈഡ് ബൈ എന്ന് കിട്ടും. സോ വിച്ച് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 4πε0 ഇൻറ്റു 4Q സ്ക്വയർ ഡിവൈഡ് ബൈ A പ്ലസ് അടുത്തെന്ത് വരും? ഇത് രണ്ടും ഒരുപോലെ ടേംസ് ആണ്. സോ 2Q സ്ക്വയർ ഡിവൈഡ് ബൈ √2A എന്ന് വരും. സോ ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ആൻസറിലേക്ക് എത്തിച്ചേരാൻ കഴിയും. കാര്യം മനസ്സിലായോ? സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നതെങ്കിൽ നമുക്കറിയാം കോമ്പിനേഷൻ വഴി നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്തിച്ചേരാൻ കഴിയും. ശരിയല്ലേ? അങ്ങനെയെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റിലെ എക്സാമ്പിൾ 2.4ലെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ 4 ചാർജുകളുണ്ട്. എ ചാർജ്, ബി ചാർജ്, സി ചാർജ്, ഡി ചാർജ്. എ ചാർജ് ആണ് +Q, ബി ചാർജ് -Q, സി ചാർജ് +Q, അതുപോലെ ഡി ചാർജ് -Q. ഈ ചാർജുകളെല്ലാം വെച്ചിരിക്കുന്നത് ഒരു സ്ക്വയറിലാണ്. സ്ക്വയറിൻ്റെ 1 സൈഡാണ് ഡി എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ സിസ്റ്റത്തിൻ്റെ ആകെ പൊട്ടൻഷ്യൽ എനർജി എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം സിസ്റ്റത്തിൻ്റെ ആകെ പൊട്ടൻഷ്യൽ എനർജി എങ്ങനെ കണ്ടുപിടിക്കുമെന്ന്. നമുക്കറിയാം പൊട്ടൻഷ്യൽ എനർജി, ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി വിച്ച് ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി ബിറ്റ്വീൻ എ ആൻഡ് ബി. പൊട്ടൻഷ്യൽ എനർജി ബിറ്റ്വീൻ എ ആൻഡ് ബി പ്ലസ് അടുത്തെന്താണ്? പൊട്ടൻഷ്യൽ എനർജി ബിറ്റ്വീൻ ബി ആൻഡ് സി. പൊട്ടൻഷ്യൽ എനർജി ബിറ്റ്വീൻ ബി ആൻഡ് സി പ്ലസ് അടുത്തെന്താണ്? പൊട്ടൻഷ്യൽ എനർജി ബിറ്റ്വീൻ സി ആൻഡ് ഡി. പൊട്ടൻഷ്യൽ എനർജി ബിറ്റ്വീൻ സി ആൻഡ് ഡി പ്ലസ് അടുത്തെന്താണ്? പൊട്ടൻഷ്യൽ ബിറ്റ്വീൻ ഡി ആൻഡ് എ.
പൊട്ടൻഷ്യൽ ബിറ്റ്വീൻ ഡി ആൻഡ് എ. തീർന്നോ? ഇല്ല. ഇനി ഡയഗണൽ വൈസ് എടുക്കണം. ശരിയല്ലേ? ഏതൊക്കെയാണ്? പൊട്ടൻഷ്യൽ ബിറ്റ്വീൻ ഡി ആൻഡ് ബി, പൊട്ടൻഷ്യൽ എനർജി ബിറ്റ്വീൻ ഡി ആൻഡ് ബി, പ്ലസ് അടുത്തെന്താണ്? പൊട്ടൻഷ്യൽ ബിറ്റ്വീൻ എ ആൻഡ് സി, പൊട്ടൻഷ്യൽ ബിറ്റ്വീൻ എ ആൻഡ് സി. അപ്പോൾ എല്ലാ കോമ്പിനേഷൻ കഴിഞ്ഞു. ഇനിയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 1/4πε0 കോമൺ എടുക്കണം. ശരിയല്ലേ? നമുക്കറിയാം ഇനി രണ്ട് ചാർജുകളുണ്ട്. ഏതൊക്കെയാണ്? എയും ബി എടുക്കുമ്പോൾ പ്ലസ് ക്യൂ മൈനസ് ക്യൂ. സോ പ്ലസ് ക്യൂ ഇൻറ്റു മൈനസ് ക്യൂ സ്ക്വയർ ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ് എത്രയാണ്? ഡി ആണ്. ശരിയാണോ? പ്ലസ് അടുത്ത എത്രയാണ്? ബിയും സിയും മൈനസ് ക്യൂ സ്ക്വയർ ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ് ഡി ആണ്. പ്ലസ് അടുത്തെന്താണ്? സിയും ഡിയും ഡിസ്റ്റൻസ് എത്രയാണ്? ഡി ആണ്. സോ മൈനസ് ക്യൂ സ്ക്വയർ ഡിവൈഡ് ബൈ ഡി. പ്ലസ് അടുത്തെന്താണ്? ഡിയും എയും. സോ വീണ്ടും മൈനസ് ക്യൂ സ്ക്വയർ ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ് വീണ്ടും ഡി ആണ്. പ്ലസ് അടുത്തെന്താണ്? മൈനസ് ക്യൂ അത് ക്യൂ സ്ക്വയർ എന്ന് വരും, പ്ലസ് ക്യൂ സ്ക്വയർ എന്ന് വരും. ശരിയല്ലേ? ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ്. എത്രയാണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്? നമുക്കറിയാം ഈ ഡിസ്റ്റൻസ് ആണ് √2d. സോ √2d. പ്ലസ് അടുത്തെത്രയാണ്? പ്ലസ് ക്യൂ അത് വീണ്ടും ക്യൂ സ്ക്വയർ എന്ന് വരും ഡിവൈഡ് ബൈ √2d. ശരിയല്ലേ? സോ നമുക്കത് ആഡ് ചെയ്യാം. ഒരേപോലുള്ള ടേംസ് ആണ്. 1, 2, 3, 4 ഇത് നാലും ഒരേ കണക്കുള്ള ടേംസ് ആണ്. സോ 1/4πε0 നമ്മൾ കോമൺ എടുത്തു. അങ്ങനെയെങ്കിൽ ഇവിടെ കിട്ടും -4q² ഡിവൈഡ് ബൈ ഡി എന്ന് കിട്ടും. ഇനി പ്ലസ് ഇതെന്താണ്? 2q² ഡിവൈഡ് ബൈ √2d. ശരിയാണോ? നമുക്ക് ഇവിടുന്ന് ആരെ കോമൺ എടുക്കാം? ഇവിടുന്ന് മൈനസ് കോമൺ എടുക്കാം. സോ -1/4πε0. ഈ q² കോമൺ എടുക്കാം. സോ q² കോമൺ എടുത്തു. ഇവിടുന്ന് ഡിയും കോമൺ എടുക്കാം. ശരിയല്ലേ? സോ ഇവിടുന്ന് മൈനസ് പോയി. സോ ഇവിടെ പ്ലസ് ആയിട്ട് മാറും. അതുപോലെ ഇവിടെ എന്തുണ്ട്? 4 ഉണ്ട്. ഇനി ഈ പ്ലസിൽ നിന്ന് ഒരു മൈനസ് പോയപ്പോൾ മൈനസ് ഉണ്ട്. ഈ √2ഉം ഇവിടെയുള്ള √2 നമുക്ക് 2നെ ആണെങ്കിൽ √2 × √2 എടുക്കാം. സോ ഇവിടുത്തെ √2ഉം ഇവിടുത്തെ √2ഉം ക്യാൻസൽ ആയിപ്പോയി. സോ √2 എന്ന് കിട്ടും. ശരിയാണോ? സോ ഇതാണ് നമ്മുടെ ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി. സോ ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി വിച്ച് ഈസ് ഈക്വൽ ടു -q² ഡിവൈഡ് ബൈ 4πε0 d ഇൻറ്റു 4 മൈനസ് √2 എന്ന് ആൻസർ കിട്ടും. ഇനി നമുക്ക് സെക്കൻഡ് പാർട്ടിലേക്ക് വരാം. സെക്കൻഡ് പാർട്ട് പറയുന്നത് നമ്മൾക്കൊരു ചാർജ് ഉണ്ട് Q0. ഈ Q0 എന്ന ചാർജ് ഇൻഫിനിറ്റിയിൽ നിന്നും നമ്മളുടെ ഇ എന്ന പോയിന്റ് അങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പോവുകയാണ് നമ്മൾ. സോ ഇൻഫിനിറ്റിയിൽ നിന്നും ഇ എന്ന പോയിന്റിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായ വർക്ക് എത്രയാണ്? ഇതാണ് സെക്കൻഡ് പാർട്ട് ചോദിക്കുന്നത്. സോ നമുക്കറിയാം വർക്കിൻ്റെ ഇക്വേഷൻ എന്താണ്? വർക്ക് വിച്ച് ഈസ് ഈക്വൽ ടു Q × V ആണ്. സോ ഇൻഫിനിറ്റി നിന്നാണ് കൊണ്ടുവരുന്നതെങ്കിൽ നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇൻഫിനിറ്റിയിലെ പൊട്ടൻഷ്യൽ എത്രയാണ്? 0 ആണ്. സോ വർക്ക് വിച്ച് ഈസ് ഈക്വൽ ടു Q × V. സോ Q എന്താണ്? കൊണ്ടുവരുന്ന ചാർജാണ്, അത് Q0 ആണ്. ഇനി V എന്താണ്? ഇവിടുത്തെ പൊട്ടൻഷ്യൽ. സോ ഇവിടുത്തെ പൊട്ടൻഷ്യൽ ആണ് VE. സോ നമുക്ക് VEൻ്റെ വാല്യൂ വേണം. ശരിയല്ലേ? സോ ഈ വി എന്ന പോയിന്റിൽ ആരൊക്കെ പൊട്ടൻഷ്യൽ കൊടുക്കുന്നുണ്ട്? ഈ ചാർജ് പൊട്ടൻഷ്യൽ കൊടുക്കുന്നുണ്ട്, ഈ ചാർജ് പൊട്ടൻഷ്യൽ കൊടുക്കുന്നുണ്ട്, ഇവനും പൊട്ടൻഷ്യൽ കൊടുക്കുന്നുണ്ട്, ഇവനും പൊട്ടൻഷ്യൽ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ ഡിസ്റ്റൻസ് എല്ലാം സെയിം ആണ്. ശരിയല്ലേ? ഇതെല്ലാം ഈക്വൽ ഡിസ്റ്റൻസ് ആണ്. സോ ഇത് ഡയഗണലിൻ്റെ പകുതിയാണ്. ഇതെല്ലാം ഈക്വൽ ഡിസ്റ്റൻസുകളാണ്. അങ്ങനെയെങ്കിൽ ഈ ചാർജ് ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ, ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ x ആണെന്ന് വിചാരിച്ചോ. അങ്ങനെയെങ്കിൽ ഈ ചാർജ് ഈ പോയിന്റിൽ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ എത്രയാണ്? 1/4πε0 ഇൻറ്റു -q ഡിവൈഡ് ബൈ x. ശരിയാണോ? അങ്ങനെയെങ്കിൽ ഈ ചാർജ് ഈ പോയിന്റിൽ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ എത്രയാണ്? 1/4πε0 ഇൻറ്റു +q ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ് സെയിം ആണ് x. ശരിയല്ലേ? അങ്ങനെയെങ്കിൽ ഇത് ആഡ് ചെയ്യുമ്പോൾ അത് രണ്ടും ക്യാൻസലായി പോകും. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ ഈ ചാർജ് ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യലിനെ ഈ ചാർജ് ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ ക്യാൻസലായി കളയും. ഇ എന്ന പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ആകെ പൊട്ടൻഷ്യൽ എത്രയാണ്? 0 ആണ്. ശരിയല്ലേ? പൊട്ടൻഷ്യലായിട്ട് ഇൻ്റെ വാല്യൂ എത്രയായിട്ട് മാറും? 0 ആയിട്ട് മാറും. സോ പൊട്ടൻഷ്യൽ 0 ആണെങ്കിൽ വർക്കിൻ്റെ വാല്യൂ എത്രയാണ്? വർക്കിൻ്റെ വാല്യൂ 0 ആയിട്ട് മാറും. കാര്യം മനസ്സിലായോ? സോ ഈ വീഡിയോയിൽ പറഞ്ഞ കോൺസെപ്റ്റുകളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. കൂടുതൽ ടോപ്പിക്സുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് സ്റ്റഡി. ബൈ.